ചേട്ടാ, നിങ്ങളിപ്പോ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഈ ഒലിവ് റെസ്റ്റോറന്റ് മാനേജറാണ്. ഒലിവ് റെസ്റ്റോറന്റിന്റെ നിങ്ങൾ എന്തായിരുന്നു കണ്ടത്? പുക കണ്ടപ്പോ അവിടുന്ന് മെല്ലെ വന്ന് നോക്കിയതാ, എന്താന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കിയപ്പോഴാണ് ഭയങ്കര രൂക്ഷമായിട്ട് പുകപ്പടലം കണ്ടത്. ഇതിൽ നമുക്ക് തോന്നുന്ന രണ്ടാമത്തെ നിലയിലാണ് തീ സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാം നിലയിൽ തീ സ്റ്റാർട്ട് ചെയ്ത് പുക ഫുള്ളായപ്പോൾ നമ്മൾ സ്റ്റാഫിനൊക്കെ ഫുള്ളിറക്കി നമ്മളെ റെസ്റ്റോറന്റിന്റെ മുകളിലേക്ക് കയറ്റി ഇരുത്തി. ഓലെല്ലാവരും സ്റ്റാഫ് 15 സ്റ്റാഫോളം ഉണ്ട്, ലേഡീസും ജെൻസും എല്ലാം കൂടി എല്ലാവരും നമ്മളെ വേഗം ഇറക്കിങ്ങാണ്ട് ഹോട്ടലിലേക്ക് കയറ്റി മുകളിൽ ഇരുത്തിക്കുന്നു. ഓലിപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്, വെള്ളം ചായ ഒക്കെ കൊടുത്തിരിക്കണ്. പക്ഷെ ഇവിടെ ഭയങ്കര അപ്പത്തിന് ഭയങ്കര രൂക്ഷമായിപ്പോയി. ഒന്നാമത് രണ്ടാം നിലയിലായതുകൊണ്ട് ഫുള്ള് ഗ്ലാസിന്റെ ആണല്ലോ, ഗ്ലാസ് ആയതുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ പുറംഭാഗമാണ്. പുറംഭാഗമല്ല, ഇത് ഉള്ളാണ്. അല്ല, ബാക്ക് വശമാണ്. ഫ്രണ്ട് ഇതിന്റെ എൻട്രൻസ് മുമ്പിലാണ്. ഇതൊക്കെ എൻട്രൻസ് അപ്പുറത്ത് മുമ്പിൽ കല്ലായി റോഡിലാണ്. കല്ലായി റോഡാണ് എൻട്രൻസ്. ഇതിപ്പോ ആനിഹാൾ റോഡ് പിൻവശത്താണ് തീ പിടിച്ചിരിക്കണത്. പിന്നെ ഇതിപ്പോ നമ്മൾ ഫുള്ള് ഗ്ലാസ് ഈ ഭാഗമായതുകൊണ്ട് നമുക്ക് കയറി പറ്റാൻ സാധിക്കുന്നില്ല. താഴത്തുകൂടി എൻട്രൻസ്, മുമ്പ് കൂടി എൻട്രൻസ് ഉള്ളൂ. അതിന്റെ പേരിൽ അവിടെ ഫുള്ള് പുകപ്പടലായതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല. പുകനെ കൊണ്ട് ശ്വാസം കിട്ടുന്നില്ല കയറാൻ. പുക ഉയർന്നപ്പോ തന്നെ അകത്തുണ്ടായിരുന്ന തൊഴിലാളികൾ അതോടൊപ്പം തന്നെ വസ്ത്രം മേടിക്കാൻ വന്ന ആൾക്കാരെ പുറത്തേക്ക് അവിടെ സ്റ്റാഫിനും വന്ന കസ്റ്റമേഴ്സിനും ഒരു പരിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ രൂക്ഷമാകണ മുമ്പ് നമ്മളെല്ലാരെയും പുറത്താക്കിയിരിക്കുന്നു. ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. ഒന്നും ആളുകൾക്കൊന്നും പറ്റിയിട്ടില്ല. ഇത് പെട്ടെന്ന് തന്നെ തീ കൂടുതലായിട്ട് അങ്ങ് വ്യാപിക്കുവാണല്ലേ? ഇത് നമ്മള് വിചാരിച്ച മാതിരല്ല. ഇത് നമ്മള് താഴോട്ടല്ല പോണേ, മേലോട്ടൊക്കെയാണ്. ഇതിങ്ങനെ തീ രൂക്ഷമായിട്ട് മുന്നോട്ട് പോവാണ്. ഇത് ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അവർക്ക് പിടിച്ചോടത്ത് പെട്ടെന്ന് കയറി ചെല്ലാൻ കഴിഞ്ഞില്ല. ഉള്ളിലേക്ക് കയറി പിന്നെ തീ അണിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ആയിപ്പോയി. അത് ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ അകത്ത് കയറി തീ അണച്ചാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഫയർഫോഴ്സിന് അകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. പുറത്തുനിന്നും വെള്ളം അകത്തേക്ക് ചീറ്റാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായും തന്നെ ചില്ല് ഉൾപ്പെടെ ഈ പുറത്തുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ട് ഫുള്ള് പുകയായിപ്പോയി. താഴെ പുക ഇപ്പാടല്ല, പുക നിറഞ്ഞതുകൊണ്ട് ശ്വാസം കിട്ടാതെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. അതാണ് ഈ രണ്ടാം നിലയിൽ കയറാൻ പറ്റാഞ്ഞത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് കൂടിയേ കയറാനുള്ള എൻട്രൻസേ ഉള്ളൂ. ഈ അണ്ടർഗ്രൗണ്ടൊക്കെ ഫുള്ള് പുക ആയതുകൊണ്ട് കയറാൻ പറ്റിൻ്റെ ഇരുട് കറണ്ടില്ല. അത് ഏലേ കയറണം, എങ്ങനെ ചെയ്യണം എന്നുള്ള പെട്ടെന്നുള്ള ഒരു ഇതായിപ്പോയി. അതായത് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ പെട്ടെന്ന് തന്നെ, അതായത് പുകയുയർന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് അകത്തുണ്ടായിരുന്ന മറ്റു തൊഴിലാളികളെ അതോടൊപ്പം തന്നെ വസ്ത്രം വാങ്ങാനെത്തിയ ആളുകളെ ഉടൻ തന്നെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിച്ച് ആർക്കും ഒരു പരിക്കില്ലാതെ അവരെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ പുക ഈ അണ്ടർഗ്രൗണ്ടിലേക്ക് ഏറ്റവും അടിയിലും, അതായത് 1ാം ഫ്ലോറിന്റെ ഏറ്റവും അടിയിൽ അണ്ടർഗ്രൗണ്ടിൽ ഉൾപ്പെടെ ഇതിന് നിലകളുണ്ട്, പാർക്കിങ്ങിന് ഉൾപ്പെടെ ആയിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് ഉൾപ്പെടെ ഈ വലിയ തോതിൽ പുക വ്യാപിച്ചത് തന്നെ അത് വലിയ പ്രതിസന്ധിക്ക് കാരണമായി. അത് കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന് അകത്ത് കയറുന്ന ആളുകൾക്ക് എന്താണ് അകത്ത് സംഭവിക്കുന്നത് എന്ന് കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് കൂടുതൽ തീ അണയ്ക്കാൻ സാധിക്കാതെ വന്നത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വെള്ളം ചീറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ചേട്ടാ, നിങ്ങളോട് ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നാണോ? ഡ്രസ് മാറ്റി തന്ന യൂണിയന്റെ ഇതിപ്പോ ഫയർഫോഴ്സിന് ഇപ്പൊ അകത്ത് കയറിയാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് അണയ്ക്കാൻ സാധിക്കുള്ളൂ. ഓർക്ക് കയറാൻ കഴിയില്ല. അമ്മാരി സ്ഥിതിയിലപ്പള്ളി